സമാധാനപരമായിട്ട് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമാണ്. PSC എഴുതിയിട്ട് കാത്തു നിൽക്കുന്ന ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിഷേധത്തിലാണ് ഇപ്പൊ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് ആർക്കും ഇത്ര ഉണ്ടാക്കിയിട്ടില്ല, ആരും നേരത്തോട്ട് ഉപദ്രവിച്ചില്ല, പിന്നെ എന്തിനും ഞങ്ങൾ ഇങ്ങനെ മാറ്റുന്നത്? PSCയുടെ മുന്നിലേക്ക് സമാധാനപൂർവ്വമായി അവിടെ പോയി ഒരു ചെറിയ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി പോയതാണ്. പക്ഷേ ഒരു ഭീകരവാദികളെ നേരിടുന്ന കണക്കാണ് ഇന്ന് പോലീസ് അവർക്ക് നേരെ അഴിഞ്ഞാടിയതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂണിഫോം ഇല്ലാത്തവർ മാറട്ടെ. സമാധാനപരമായിട്ട് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമാണ്. PSC എഴുതിയിട്ട് കാത്തു നിൽക്കുന്ന ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിഷേധത്തിലാണ് ഇപ്പൊ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് ആർക്കും ഇത്ര ഉണ്ടാക്കിയിട്ടില്ല, ആരും നേരത്തോട്ട് ഉപദ്രവിച്ചില്ല, പിന്നെ എന്തിനും ഞങ്ങൾ ഇങ്ങനെ മാറ്റുന്നത്? ജയ് 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 യുവമോർച്ച, ജയ് 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 ഭാരത് മാതാ, ജയ് ബോലോ ഭാരത് മാതാ കി, ജയ് ബോലോ ഭാരത് മാതാ കി, ജയ് 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 യുവമോർച്ച, ജയ് 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 യുവമോർച്ച, ജയ് 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 യുവമോർച്ച. PSC വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്തു വന്ന ദിവസം തന്നെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. ഈ വിഷയത്തിൽ യുവമോർച്ച സമരരംഗത്തിന് തുടർച്ചയായി ഉണ്ടാകും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം PSCയുടെ ചെയർമാനെ പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെക്കാൻ തയ്യാറാകണം, അന്വേഷണം സുതാര്യമാകണം,
ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു വിശ്വാസ്യതയും PSCക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഓരോന്നും നോക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന രേഖകളൊന്നും തന്നെ കൊടുക്കാൻ PSC തയ്യാറാകുന്നില്ല. അതിനുള്ളിൽ പോയിട്ട് ഒരു അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ക്രൈംബ്രാഞ്ചിന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമപ്രകാരം ആ കമ്മീഷൻ ഉത്തരവിടുകയാണ് കുട്ടികൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നുള്ളത്. അതും കൊടുക്കാൻ തന്നെ ഇപ്പോൾ PSC തയ്യാറാകുന്നില്ല. ഇനി അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ട് വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് PSCയുടെ ചെയർമാന്റെ കീഴിൽ തന്നെ ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ഇവർ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് PSCയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്വേഷണം തുടക്കത്തിലെ തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഈ അന്വേഷണം നീതിപൂർവമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതിയും പുറത്തു കൊണ്ടുവരുന്നതിനോട് ഏതൊരുവിധ നിലപാടും ഏതൊരുവിധ സാഹചര്യവും ഒരുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നാണ് പുറത്തു വരുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ പല ആവർത്തിച്ച് പറഞ്ഞു. ആ കാര്യങ്ങളിലൊന്നും ഒരു മറുപടിയും പറയാതെ ആ കാര്യങ്ങളെക്കുറിച്ച് ഗൗനിക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ വിഷയത്തിൽ ശരിയായ പരിഹാരം ഉണ്ടാകുന്നതുവരെ യുവമോർച്ചയുടെ സമരം ഉണ്ടാകും. ഇന്ന് യുവമോർച്ചയുടെ വനിതാ പ്രവർത്തകർ PSCയുടെ മുന്നിലേക്ക് സമാധാനപൂർവ്വമായി അവിടെ പോയി ഒരു ചെറിയ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി പോയതാണ്. പക്ഷേ ഒരു ഭീകരവാദികളെ നേരിടുന്ന കണക്കാണ് ഇന്ന് പോലീസ് അവർക്ക് നേരെ അഴിഞ്ഞാടിയതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വനിതാ പോലീസ് ആയിരിക്കണം ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടത്, ഇവരെ നീക്കേണ്ടതെന്നിരിക്കെ സമാധാനപൂർവ്വമായി സമാധാനത്തോടിരുന്ന് PSCയിൽ ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ കുട്ടികളെ പോലീസ് ഇന്ന് തെരുവിലൂടെ വലിച്ചിഴച്ച്, അങ്ങനെ ഒരു വലിയ മോബ് ഉണ്ടായിരുന്നില്ല. പോലീസുകാർക്ക് നേരെ ബ്ലൈഡോ കത്തിയോ ആയുധങ്ങളുമായി പോയിട്ടില്ല. വെറും കൈയോടുകൂടി PSCയുടെ ഉത്തരക്കടലാസ് PSCയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കടലാസുകളുമായി മാത്രം ആ കുട്ടികൾ അവിടേക്ക് പോയപ്പോൾ ആ കുട്ടികളെ വലിച്ചിഴച്ചു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതിയെ വലിച്ചഴച്ച് റോഡിലേക്ക് എടുത്തെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് മെഡിക്കൽ കോളേജിൽ നടുവിൽ പരിക്ക് പറ്റിയിട്ട് ആ കുട്ടി ഇന്ന് മെഡിക്കൽ കോളേജിനകത്താണ് അദീന ഭാരതി. അതോടൊപ്പം തന്നെ രമ്യ, തിരുവനന്തപുരം യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള രമ്യയുടെ കാലിന്റെ കുഴ തെറ്റിപ്പോയിരിക്കുകയാണ്. എത്രമാത്രം ക്രൂരതയാണ് പോലീസ് കാണിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് അവർ നേരെ ഇത്തരം പരിക്ക് പറ്റിയ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് പതിവ്. പക്ഷേ അവർ നേരെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. റിമാൻഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിയിട്ടാണ് പരിക്ക് പറ്റിയ ആൾക്കാരെ യുവമോർച്ചയുടെ പ്രവർത്തകർ വോട്ട് കയറ്റിയിട്ടാണ് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പോലീസ് ഇതിനോട് ഒത്തുകളിക്കുകയാണ്. കേരളത്തിലെ ഭരണകൂടം ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സഖ്യം കേരളത്തിൽ ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യുവമോർച്ചക്കാരാണത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിന്റെ മണ്ണിൽ യുവമോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ നടന്നിട്ടുള്ള ഈ അതിക്രമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് യുവമോർച്ച ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായി, ജനാധിപത്യ പ്രതികരണങ്ങളായി, ജനാധിപത്യ പ്രതിഷേധങ്ങളായി ഈ തെരുവിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്.